എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനാണ് നേരത്തെ കഴിഞ്ഞത്. അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ്റെ ടൈം ഓഗസ്റ്റ് 20 വരെ ആയിരുന്നു. ഇന്നിപ്പോൾ സെപ്റ്റംബർ 10 ആയി. ഇതുവരെയായിട്ട് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് കുറേ പേർക്കെങ്കിലും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ഒരു അപ്ഡേറ്റും വരാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് പ്രോസസ്സുകളാണ് ബാക്കി അവർക്ക് ചെയ്യാനായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ അവർ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും, കംപ്ലീറ്റ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവരെ സ്വീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അക്സെപ്റ്റഡ് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അക്സെപ്റ്റഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റിൽ രജിസ്റ്റർ ചെയ്തില്ലേ, അപ്പോൾ ആ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അക്സെപ്റ്റഡ് ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തിരിക്കും. റിമാർക്സ് ഒന്നുമില്ലെങ്കിൽ നില്ലെന്നായിരിക്കും കാണിക്കുക. എന്ന് വെച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാതിരിക്കരുത്, കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. റിമാർക്സ് നില്ലെന്ന് വരാൻ കാരണം LBSന്റെ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ അവർക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാലും നിങ്ങൾ ആപ്ലിക്കേഷനിൽ അക്സെപ്റ്റഡ് ഡേറ്റ നോക്കുമ്പോൾ തെറ്റുമെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് അത് ഉടനെ തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ റിമാർക്സിൽ അത് മെൻഷൻ ചെയ്തിരിക്കും. ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ വല്ല എററാണല്ലോ, ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിമാർക്സിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ ചെയ്യേണ്ടത് എന്താണ്, അത് റിമാർക്സ് കാണിക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ എന്താണ്, ആ റിമാർക്സ് ആയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ് ഏതാണ് അത് റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, തെറ്റുന്ന ഡോക്യുമെൻറ്റ് എന്ത് ചെയ്യുക, ഒരു നിശ്ചിത തീയതി പറയും, ആ തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത്. കൺഫേം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് മുഴുവൻ ചെക്ക് ചെയ്യുക. അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ കൺഫേം ചെയ്യാവൂ. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എറർ വല്ലതും കണ്ടാൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാവരും നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് റീചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ, കൺഫേം കൊടുക്കാവൂ. ഇപ്പോൾ LBS നോക്കിയപ്പോൾ റിമാർക്സ് ഒന്നുമില്ല, റിമാർക്സ് നില്ലാണ്. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷനിൽ കയറി നോക്കിയപ്പോൾ എന്താണ്, നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ അത് ഉള്ളത് കറക്റ്റ് ചെയ്യാനാണ് റിമാർക്സ് ഇഫ് എനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ കണ്ടുപിടിച്ച തെറ്റെന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് കൊടുക്കണം. അപ്പോൾ എന്താണ്, അങ്ങനെ ചെയ്തവർക്ക് പിന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് LBS ചാൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ് അടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടിയിരിക്കുന്ന റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ല. എന്ന് വെച്ചാൽ എന്താണ്, അതിൽ ചേഞ്ചസ് ഉണ്ടാവാം. ചിലപ്പോൾ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് കൂടാനും ഫൈനൽ വരുമ്പോൾ അല്ലെങ്കിൽ കുറയാനും സാധ്യതയുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുത്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് എന്ത് ചെയ്യുന്നത്, അവർ പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്ഷൻ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, മാർക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനൊരു സമയം തരുന്നതായിരിക്കും. അടുത്തത് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. പ്രൊവിഷണൽ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ആണ്. ആപ്ലിക്കേഷൻ കഴിയുന്നതുവരെ നിങ്ങൾക്ക് ഈ റാങ്ക് ആയിരിക്കും പരിഗണിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുന്നതുവരെ നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് കിട്ടിയ റാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഫുൾ റാങ്ക് ലിസ്റ്റിലും പരിഗണിക്കുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത് വരുന്നത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജുകൾക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ കോളേജുകൾക്ക് അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. LBSൻ്റെ അംഗീകാരമൊക്കെ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ അംഗീകരിച്ച കോളേജുകൾ അംഗീകരിക്കുന്ന മുറയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോളേജ് ഓപ്ഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്ര വേണം കോളേജസ് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് കൊടുത്ത കോളേജസിനെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ആ കൊടുത്ത കോളേജിനെ ഡിലീറ്റ് ചെയ്യാനും ന്യൂ ആഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെ എന്നുണ്ട്. സോ ആ ക്ലോസ് ചെയ്യുന്ന തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, കോളേജ് പുതിയ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ, കോളേജ് ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണോ കിട്ടും എന്ന് ചാൻസ് അറിയാൻ വേണ്ടിയാണ്. ഇതെന്താണ്, ജസ്റ്റ് ട്രയലാണ്. നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചാൻസ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഇപ്പോഴേ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി കാണും, എവിടെയൊക്കെ വെച്ചാലാണ് ഇനി കിട്ടാൻ സാധ്യത. ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ് നെക്സ്റ്റ് പ്രോസസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ വെക്കണം. ട്രയൽ അലോട്ട്മെൻറ്റിൽ വെക്കുന്ന ഓപ്ഷൻ 3 അലോട്ട്മെൻറ്റിനും കൂടെ വേണ്ടിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ വെക്കുന്ന ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിനും കൂടെ വേണ്ടിയാണെന്ന് കാര്യം ഓർത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷൻ വെക്കേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് പുതിയതായിട്ട് കോളേജ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ട്രയലിൽ നിങ്ങൾക്ക് എന്ത് എത്ര വേണം കോളേജ് ആഡ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ കോളേജസിന് അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ, അതായത് പുതിയ കോളേജസ് ലിസ്റ്റിൽ ഇല്ലാത്ത പുതിയ കോളേജസ് വരുമ്പോൾ, കോഴ്സുകൾ അല്ലെങ്കിൽ വരുമ്പോൾ അപ്രൂവൽ ലഭിച്ചാലേ അത് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ടൈമിൽ ആഡ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇപ്പോൾ ലിസ്റ്റിൽ നിലവിലുള്ള കോളേജസിനെ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് മുതലാണ് നിങ്ങൾക്ക് ആക്ച്വൽ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, സീറ്റ് അലോട്ട്മെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്.
നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അലോട്ട്മെന്റ് കിട്ടിയവരെ മാത്രമാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. കിട്ടാത്തവർ എന്ത് ചെയ്യേണ്ട, ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയവരെ നിങ്ങൾ എന്തായാലും ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ ബാക്കിയുള്ള തുടർന്നുള്ള അലോട്ട്മെന്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു സീറ്റ് അലോട്ട് ആവുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടച്ചിരിക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, അവർ ടോക്കൺ ഫീ അടച്ചു. ബെറ്റർ കോളേജ് ഓപ്ഷൻ, അതായത് വേറെ ഹയർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ ടോക്കൺ ഫീ അടയ്ക്കണം. അത് കഴിഞ്ഞ് ഹയർ ഓപ്ഷൻസ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുന്ന ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ടോക്കൺ ഫീ അങ്ങോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അലോട്ട്മെന്റിന്റെ ഇടയ്ക്ക് കറക്ഷൻ ടൈം അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ അവരെന്ത് ചെയ്യും, സമയം തരും. ആ ടൈമിൽ നിങ്ങൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അവിടെയും നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പുതുതായിട്ട് സീറ്റ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടയ്ക്കണം. അല്ലാത്തവർ, അതായത് സീറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യേണ്ട, ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ടോക്കൺ ഫീ അടച്ചു. സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറെ ഒരു കോളേജ് കിട്ടി, അപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കണമെന്ന് ചോദിച്ചാൽ എന്താണ്, ടോക്കൺ ഫീ നിങ്ങൾ അടയ്ക്കേണ്ട. ടോക്കൺ ഫീ ഒരിക്കൽ അടച്ചാൽ മതി. എൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കും. അത് കഴിഞ്ഞ് എന്താണ്, തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞത് സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് ചെയ്തതുപോലെ അതേ പ്രോസസ്സാണ് ഇതിലും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാത്തത്. അപ്പോൾ റെഗുലർ അലോട്ട്മെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഇതാണ് 3 റെഗുലർ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ റെഗുലർ അലോട്ട്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്താണ്, കോളേജിൽ വേക്കൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ത് ചെയ്യും, നടത്തും. കോളേജസിൽ വേക്കൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തും. സീറ്റ് ഫില്ലാവുന്നത് വരെ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഇടയ്ക്ക് അവർ കോളേജ് ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കോളേജിലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അലോട്ട്മെൻറ്റ് മെമ്മോയും സൈഡ് എന്ത് ചെയ്യണം, കോളേജിൽ ജോയിൻ ചെയ്യണം. അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫീസ് ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും അതിനെപ്പറ്റി. അല്ലെങ്കിൽ ആ ടൈമിൽ കോളേജിൽ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിച്ചിട്ട് ഫീസ് വേണോ വേണ്ടയോ എന്ന്. നോർമലി ഫീസ് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. ആ കാര്യം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിക്കുക. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ പ്രോസസ്സ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ LDR പ്രോസസ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് LDSൻ്റെ പ്രോസസ്സ് നല്ല ലേറ്റ് ആവും എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇഷ്ടം പോലെ പ്രോസസ്സ് ഉണ്ട്. LDSൻ്റെ BSc നഴ്സിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണ്, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ആരും പേടിക്കാനും വേണ്ട. ഇനി വരൂല എന്നൊന്നും നിങ്ങൾ പേടിക്കരുത്. എന്ത് ചെയ്യും, വരും. അപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യും. ആരും പേടിക്കേണ്ട. ഇത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇതിനെപ്പറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ടൈമിൽ വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോഴേ വീഡിയോ കുറച്ച് ലെങ്തി ആയി. ഇനി കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ പിന്നെ പറയാം. കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് അലോട്ട്മെൻറ്റ് വരുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.